നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. 10ാം ക്ലാസ് മോഡൽ പരീക്ഷയ്ക്കായി മൊബൈൽ ഫോൺ എത്തിച്ച് AI സഹായത്തോടെ ഉത്തരമെഴുതിയ പെൺകുട്ടി ജീവനൊടുക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ വെസ്റ്റിൽ തിങ്കളാഴ്ചയാണ് സംഭവം. കനിഷ്ക സൊളാങ്കിയ എന്ന വിദ്യാർത്ഥിനി പരീക്ഷാ ഹാളിലിരുന്ന് മൊബൈലിൽ നോക്കി ഉത്തരമെഴുതുന്നത് ഇൻവിജിലേറ്ററാണ് കണ്ടെത്തിയത്. തുടർന്ന് ക്ലാസ് ടീച്ചറെയും പ്രിൻസിപ്പലിനെയും വിവരമറിയിച്ചു. കോപ്പിയടി പിടിച്ചതും വിദ്യാർത്ഥിനിയെ വിളിച്ചു വരുത്തി ശാസിച്ചിരുന്നുവെന്നും ഇങ്ങനെ ചെയ്താൽ 5 വർഷത്തേക്ക് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്ക് വരുമെന്നും പറഞ്ഞുവെന്നും സ്കൂൾ അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം തന്റെ മകൾ കോപ്പിയടിച്ചിട്ടില്ലെന്നും അബദ്ധത്തിലാണ് പരീക്ഷാ ഹാളിൽ മൊബൈലുമായി എത്തിയതെന്നും കനിഷ്കയുടെ പിതാവ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ആഘാതമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പലിനും 2 ടീച്ചർമാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തുമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കോപ്പിയടി പിടിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി വിവരമറിയിച്ചു. മകളെ നേരാവണ്ണം വളർത്തിയില്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തിയതായും കുട്ടിയുടെ പിതാവ് പരാതിയിൽ ആരോപിച്ചു. പുലർച്ചെ 3 മണിയോടെ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 8ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി താഴേക്ക് ചാടി ജീവനൊടുക്കുകയായിരുന്നു. മകളുടെ മരണം കുടുംബത്തെ ഉലച്ചു കളഞ്ഞുവെന്നും താഴെയുള്ള 2 മക്കൾക്കും സ്കൂളിലേക്ക് ഇനി പോകണ്ട എന്നാണ് പറയുന്നതെന്നും കുട്ടിയുടെ പിതാവ് വെളിപ്പെടുത്തി. ഈ കുട്ടികളും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതേസമയം കുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിയിലാക്കിയിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ വാദിക്കുന്നത്. CBSE ചട്ടമനുസരിച്ച് ഇത്തരം പ്രവൃത്തികൾ പരീക്ഷാ ഹാളിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറയുന്നു. മോഡൽ പരീക്ഷയ്ക്കിടെ പെൺകുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. ഇൻവിജിലേറ്റർ പരിശോധിച്ചപ്പോൾ AI സഹായത്തോടെ ഉത്തരം എഴുതുന്നത് കണ്ടെത്തി. ഫോൺ പിടിച്ചെടുക്കുകയും കുട്ടിയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് സംഭവത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.